നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി BRM ലൈറ്റ്സ്. മണപ്പുറം ഗോൾഡ് ലോൺ. ഇനി എന്തിന് ടെൻഷൻ? ഒരു പക്ഷേ ഇവിടെ എനിക്ക് ശ്രീ പ്രകാശ് ബാലിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അമേരിക്കയിൽ സ്വന്തം സ്ഥാപനം നടത്തുകയും ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു മലയാളിക്ക് സമ്പാദിക്കാൻ, ചിന്തിക്കാൻ കഴിയാവുന്നതിന്റെ അപ്പുറത്തേക്ക് സമ്പാദിക്കാവുന്ന തലത്തിൽ ഒരു സ്ഥാപനം നടത്തുകയും ഒരു സമയം എത്തിയപ്പോൾ ഇനി എന്റെ ജീവിതം നാട്ടിലെത്തി ഇത്തരം കലാപ്രവർത്തനങ്ങളിലേക്കാണെന്ന് മനസ്സിലാക്കുകയും ആ കമ്പനി ഏതോ സാഹിത്യം വിൽക്കുകയും ഇവിടെ വന്ന് നാടകം കളിക്കുകയും ചെയ്യുന്ന മഹത്തായ മറ്റൊരു വ്യക്തിത്വമാണ് ശ്രീ പ്രകാശ് സാറ്. താങ്ക്സ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ. അതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ഇവരോട് പറയാനുള്ള കാരണം, ഞാൻ നിങ്ങളിലൊരാളാണ്, ഒരു എൻജിനീയറാണ്. കേരളത്തിലാകെ 5 എഞ്ചിനീയറിംഗ് കോളേജുള്ളപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും പഠിച്ച് നേരത്തെ അത് ഞങ്ങൾക്കൊന്നും അഡ്മിഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ്. നേരത്തെ കുളിർ മാഷെ പറ്റിയിട്ട് പലതും പറഞ്ഞു. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. കുളിർ മാഷെ പറ്റി എപ്പോഴും പറയുന്നതാണ്. സിമ്പിൾ. അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഞാൻ. കുളിർ മാഷ് ലൈറ്റായിട്ട് വലിയ സെറ്റുകളൊന്നും ഇല്ലാതെ, ലൈറ്റ് സൗണ്ടൊന്നും ഇല്ലാതെ നാടകം ചെയ്യുന്ന ഒരു സിംപ്ലനാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ ഒരു ഭയങ്കര വട്ടനാണ്. ഐ മീൻ ഈസ് ക്രേസി. ഐ മീൻ ഒരു ജീവിതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ, വരികൾക്കിടയിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പുറത്തേക്ക് വന്ന് ക്രേസി ആയിട്ടുള്ള, വളരെ വയലൻ്റ് ആയിട്ടുള്ള, വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നാടകത്തിൽ ആലോചിക്കുകയും കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ജീനിയസാണ് കുളിർ. കുളിർ മാഷ് ഇവിടെ പഠിക്കുകയാണ്. നിങ്ങളിലൊരാളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ ഉണ്ടാവും മാഷക്ക്. ഏറ്റവും കൂടുതൽ ക്ലാസ് കട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മുടെ വളരെ കീഴ്മേൽ മറിഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല കുട്ടികൾ IT ജോലിക്ക് പോവുകയാണ്. ഏറ്റവും ഇതിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നാടകത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? കലയ്ക്ക് സ്ഥാനം എവിടെയാണ്? നിങ്ങൾക്കതിന് സമയം കിട്ടുന്നുണ്ടോ? ഒരു 25 വർഷത്തെ മുമ്പത്തെ ക്യാമ്പസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നോക്കുകയാണ്, നിങ്ങൾക്ക് ഉഴപ്പാൻ പറ്റുന്നുണ്ടോ? ഉഴപ്പണം നിങ്ങൾ. ഈ കരിയർ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഇതിനൊക്കെ പുറമെ
ജീവിതത്തിൽ വേറെ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് അതിൻ്റെ പിറകെ പോകണം. ആ പാഷനായിരിക്കണം. അതാണ് കുളൂർ മാഷ്. അതിന് പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ കാണണം നിങ്ങൾ. താങ്ക് യു. മാഷ് ഒരു നിമിഷം ഇങ്ങോട്ട് പോയി. മാഷിൻ്റെതായ നാടക രീതിയിൽ ഇവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ അവിടെ ചെരുപ്പ് ഒഴിവാക്കി വന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. കുഞ്ഞു നാടകങ്ങളെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയണ്ടായി. ഇതുവരെ ഒരു നാടകവും ഞാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും കാലത്ത് ഒരു നാടകം ചെയ്തു എന്ന് എനിക്ക് തോന്നിയാൽ അന്ന് ഇനി പണി നിർത്തും. നാടകം അന്വേഷിക്കുകയാണ് രസം. കുഞ്ഞുനാളുകൾ ഇത്തിരി ഷൈൻ ചെയ്യാൻ പല സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി, സ്വകാര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണെന്ന് വിചാരിക്കരുത്, അത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതാണ് നാടകം. വേദിയിൽ ഒന്നും തന്നെ ഇല്ല. നാടകം ഇന്നേ വരെ ഒരു നാടകവും അരങ്ങത്ത് കളിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് മാത്രമാണ് നാടകം. കഴിയുന്നത്ര ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കാൻ. മടുത്ത് എപ്പോഴും അഭിനയം. അതുകൊണ്ട് നമുക്ക് നേടാവുന്ന കാര്യങ്ങളൊക്കെ നേടുന്നു. നാടകത്തിലാവുമ്പോൾ അവിടെ അത് കള്ളത്തരമാണെന്നും അത് അഭിനയിക്കുകയാണെന്നുള്ള പൂർണ്ണ ബോധത്തോടെയാണ് അഭിനയിക്കുന്നത്. ഒറ്റയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴല്ലാതെ ഒരാൾ റൂമിൽ കടന്നു വന്നാൽ അഭിനയിക്കാൻ ബാധ്യസ്ഥരായ ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞു നാടകം ഞാൻ പറയാം, വളരെ കുഞ്ഞു നാടകം. രവി എന്ന് പറയുന്ന എൻ്റെ ഒരു നാടകക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആ വീട്ടു മുതലാളി കല്യാണത്തിൻ്റെ സമയത്ത് അവിടെയുള്ള ഒരാളോട് പറഞ്ഞു, വളരെ വൃദ്ധനായിട്ടുള്ള ഒരു ജോലിക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതോ അയാളുടെ അകന്ന ബന്ധുവോ എനിക്കറിയില്ല, കുറച്ച് ഇരുട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത്, ഒരു പെട്രോമാക്സ് കൊടുത്തു. ഇങ്ങന്നേ ആ പെട്രോമാക്സ് ഒന്ന് ഇരുട്ടത്ത് കൊണ്ടുവച്ചേ. പിന്നെ ഞാൻ അയാളെ കാണുന്നത് എൻ്റെ നാടകത്തിലൂടെ ഇങ്ങനൊരു കഥാപാത്രമായിട്ടാണ്. ഏതോ ഒരുത്തൻ പറയുന്നു, മറ്റാളതനുസരിക്കുന്നു. ഇയാൾ ഈ പെട്രോമാക്സുമായിട്ട് ഇരുട്ടുള്ളിടത്തൊക്കെ പോകുന്നു, അവിടെയൊക്കെ വെളിച്ചം. എന്തു ചെയ്യുക? അയാൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ജോലി പോവും, അല്ലെങ്കിൽ എന്തോ സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ അതൊരു നാടകമായിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ഫെസ്റ്റിവലിൽ ഒരാൾ രാവിലെ എഴുന്നേറ്റു ഈ പെട്രോമാക്സുമായിട്ട് ഇരുട്ട് അന്വേഷിച്ച് പോവുകയാണ്. എവിടെ പോയാൽ ഇരുട്ട് കിട്ടും? പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെയില്ല. യൂണിവേഴ്സിറ്റികളിൽ പോയി, വെളിച്ചം കൊണ്ടുപോകുന്നിടത്തൊന്നും ഇരുട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ, ഇരുട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആരോ പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യേണ്ടി വരുന്നൊരു ഗതികെട്ട സമൂഹമാണ് നമ്മളിപ്പോൾ. ആ കുഞ്ഞു നാടകം ഒരാഴ്ച നീണ്ടു നിന്ന നാടകമായിരുന്നു അവിടെ. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഈ മൈക്ക് കിട്ടിയാൽ ഒരു നാടകക്കാരൻ്റെ ഒരു ലഹരിയാണ്. കുറേ പൊങ്ങച്ചൊക്കെ പറഞ്ഞു പോകും, ക്ഷമിക്കണം. പിന്നെ നിങ്ങൾക്കൂടെ എന്താ എക്സസൈസ് ചെയ്യിക്കാൻ അവൻ പറഞ്ഞിരുന്നു, ഗോവിന്ദൻകുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം എന്നൊക്കെ. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഊക്ക് എത്രത്തോളം എന്നറിയാനുള്ളൊരു കൊതി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്ര മാക്സിമം ശബ്ദം ഉണ്ടാക്കണം. എനിക്കൊന്ന് കേൾക്കണം. അത് ഈ ലെവലാ. ഇപ്പൊ ചിരിച്ചത് ഈ ലെവലിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലെവലിലാണെങ്കിൽ, ഈ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ എന്ന് പറഞ്ഞേ.
ഈ കൂട്ടത്തിൽ ചിലർ അപശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ വിട്ടവരെ നിങ്ങൾ പൂരിപ്പിക്കുക. ഒന്നുകൂടെ അത് ചെയ്യിക്കല്ലേ പക്ഷേ, കാരണം എനിക്ക് തോന്നുന്നു അല്ലേ, ഒന്നുകൂടെ ആവാം അല്ലേ? ശരി. അല്ല അല്ല, ഇതിൽ പറയണം. അങ്ങനെയുണ്ട് അല്ലേ? 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ നാടകങ്ങൾ കളിക്കുമ്പോൾ ഈ സാധനം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. 20,000-30,000 കാണികളുള്ള സ്ഥലത്താണ് യൂറിപ്പിഡിസിൻ്റെയും സോഫോക്ലിസിൻ്റെയും നാടകം കളിച്ചത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ, ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയാതെ ഈ കുന്തൃഷാണം വേണം. അപ്പോ നിങ്ങൾ മാക്സിമം, അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്, സുഖിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് അപശബ്ദങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കിയാൽ മാജിക്കുകൾ സംഭവിക്കുമെന്നാണ് ഈ എക്സസൈസിലൂടെ എനിക്ക് കുട്ടികളിൽ നിന്ന് മനസ്സിലായത്. ഇവിടെയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആളുകൾ ബെൽറ്റ് ഇട്ടിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹിതൻ ബെൽറ്റാണ് കാണുന്നത്, പാൻ്റ് ഇട്ട് നിലത്ത് മുട്ടുമില്ല. അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു, പഴയ ജീപ്പിൽ വരുന്ന എഞ്ചിനീയർ. അയാൾ എന്നോട് ചോദിക്കും, നീ രണ്ടാമത്തെ പോലാ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അതെ, പായലും പൂപ്പിലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. യെസ് മാഡം. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി, അതാണ് BRM ലൈറ്റ്സ്. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പക്ഷെ പ്യൂരിറ്റി. അതിനല്ലേ പ്യൂരിറ്റി അനലൈസർ. സ്വർണത്തിന്റെ യഥാർത്ഥ പ്യൂരിറ്റി കണ്ടറിയാം. സ്വർണം വാങ്ങുമ്പോ പാരമ്പര്യമല്ലേ പ്രധാനം? മണ്ടത്തരം. ഈ മാലയുടെ പ്യൂരിറ്റി ആണെന്നാൽ അറിയാം യഥാർത്ഥ പാരമ്പര്യം. ഋതി ജ്വല്ലറി, നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കാം. എനിക്ക് ജയരാജേട്ടനെ കാണുമ്പോൾ തന്നെ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തെങ്കിലും പെർഫോം ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അല്ല, ഇത്രയും നേരം ചർച്ചയായിരുന്നല്ലോ, ആ, എന്നോട് ചോദിച്ചില്ലല്ലോ. ഇല്ല. ഞാൻ ജയപ്രകാശ് കുളൂർ എന്ന് പറയുന്ന നാടകക്കാരനെ കാണുന്ന ഒരു ഇരുട്ടത്ത് വെച്ചാണ് ജീവിതത്തിലെ. ഇപ്പം നാടകത്തിൽ കണ്ട പോലെ ഒരു ഇരുട്ട്. എന്തൊക്കെയോ ചെയ്യാനറിയാം, കുറച്ച് നാടകങ്ങളൊക്കെ അഭിനയിച്ചു. അപ്പം അങ്ങനെ നാടക പരിചയം വെച്ചിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് ജയപ്രകാശ് കുളൂരിനെ അന്വേഷിച്ച് പോവാണ്. എത്ര വയസ്സുള്ളപ്പോഴാണത്? നിങ്ങളെക്കാൾ പ്രായം കുറവായിരുന്നു. എത്ര വർഷം മുമ്പാണത്? ഒരു 20-22 വർഷം മുമ്പ്. ഓക്കെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ഏകാംഗ നാടകം, ഒരു 1 മാൻ നാടകം അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാം. എന്തായാലും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്നവനെ ഒന്നിനും കൊള്ളില്ല, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നീ തുള്ളൽ പഠിച്ചവനല്ലേ, ഓട്ടം തുള്ളൽ, അത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു ഏകാഭിനയത്തിൻ്റെ ഒരു വഴി. ലോകം മുഴുവൻ അനുകരണമാണല്ലോ. അപ്പോൾ എൻ്റെ അനുകരണ കലയുടെ വാസനകളും പഠിച്ച കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലും കേട്ടുപഠിച്ച പാഠകവും ചാക്യാർ കൂത്തും പാട്ടുകളും കവിതയും ഒക്കെ വെച്ചുകൊണ്ട് ഒരു വഴി ഉണ്ടാകുന്നത്. ആ വഴി വർഷം കുറയായി. ആ വഴിയിലൂടെ പോകുമ്പോഴാണ് ഗോവിന്ദൻകുട്ടിയെ ഞാൻ കണ്ടത്, ഒരു ഏകാംഗ സൈനിക എൻ്റെ നീക്കത്തിൽ. അപ്പോൾ ജയപ്രകാശ് കുളൂർ എനിക്ക് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല, ഒരു സ്ക്രിപ്റ്റ് എഴുതി തന്നിട്ടില്ല. ഞാൻ ചോദിക്കും, ഇതിങ്ങനെ മതിയോ? കുഴപ്പമില്ല, ആവാം. ഒരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. വേണമെങ്കിൽ നിനക്കാവാം, ഇനിയിപ്പോ വേണ്ടാന്ന് വെച്ചാൽ അതും ആവാം, ഒറ്റ കുഴപ്പമില്ല, ഉഷാറാക്കാം. ഇതാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ കല തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓരോന്ന് വായിക്കുമ്പോഴും എങ്ങനെയാണ് കുളൂരിയൻ രീതിയിൽ ചിന്തിക്കുക എന്ന് ഞാൻ പഠിച്ചു. ഒരു കവിത വായിക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞുണ്ണി, എന്താ പറയാ, കുഞ്ഞുണ്ണി, നാടകക്കാർക്കിടയിലെ കുഞ്ഞുണ്ണി, നമ്മുടെ മുരളി പറഞ്ഞതിനെ കണക്ട് ചെയ്ത് പറഞ്ഞല്ലോ. അത് അതിന്റെ ഇടയിൽ ഞാൻ ആ സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നാടകക്കാർക്കിടയിലെ കാന്താരി എന്ന് വേണമെങ്കിലും അങ്ങനെയും പറയാം. ഒരു വിരോധമില്ല കേട്ടോ, പറയുന്നതിൽ ഒരു വിരോധം, അങ്ങനെയും പറയാം. അപ്പൊ ഞാന് ഇപ്പൊ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞപ്പോഴാണ്, കുളൂരിന്റെ നാടകങ്ങളെ അങ്ങനെ തന്നെയാണ്. ആനക്കാലിൽ കേറാൻ മേല, ആനക്കാലിൽ കേറാം, ആനക്കാലിൽ കേറാൻ മേല, ആനക്കാലിൽ കേറാം, ആനക്കാലിൽ കേറാൻ മേല, ആനക്കാലിൽ കേറാം, ആന. പക്ഷേ ആനക്കാലിൽ കയറാന്നാണ്, അത് തന്നെയാണ് കാക്കയ്ക്കും. കാക്കക്കാലിൽ കേറാം മേല, കാക്കക്കാലിൽ കേറാം, കാക്കക്കാലിൽ കേറാൻ മേല, കാക്കക്കാലിൽ കേറാം. അപ്പൊ ഇതുപോലത്തെ ഫിലോസഫികളാണ് ഇത്. ഏതോ ഒരു അനാമാവായ പേരില്ലാത്തൊരു കവിയുടെയോ കുഞ്ഞുണ്ണി മാസ്റ്ററൊക്കെ ആയിരിക്കാം. അതാണ് കുളൂരിൻ്റെ ഒരു ശൈലി. അങ്ങനെയാണ് എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു ആരംഭം. ഞാനങ്ങ് കുഞ്ചൻ നമ്പ്യാരുടെ ശിഷ്യനായിട്ട് എൻ്റെ കയ്യിലൊരു ഷോളും ഇട്ട് ഞാനങ്ങടെ ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ എന്ത് ഉപേക്ഷിച്ചാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് ഷോള്, എനിക്കും പെൺകുട്ടികൾക്കും. അപ്പോൾ ഓരോ സ്ക്രിപ്റ്റുകളും ഓരോരുത്തരും ഓരോ രീതിയിൽ ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതിയതൊന്നല്ല എന്ന് പറയും. കാരണം എൻ്റെ കയ്യിലുള്ള ഷോളാണ് കഥാപാത്രം. ഈ ഷോള് എനിക്ക് പലതും, ഗോവിന്ദൻകുട്ടി മൈക്കൊരു ദുരന്തമാണ് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഇങ്ങനെ ദുരന്തം ഉണ്ടായിട്ടില്ല. ഈ ഷോൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞാൻ എല്ലാ കലാപരിപാടിയും തുടങ്ങിയത്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ തുടങ്ങിയതാണ് ഈ ആൾക്കാരെ നോക്കിയിരിക്കുക എന്നുള്ളത്. അതാണ് ജയപ്രകാശ് കുളൂർ മനസ്സിലാക്കിയത്. ഇവിടെ ആയിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആളുകൾ ബെൽറ്റ് ഇട്ടിരുന്നത്. എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹിതൻ ബെൽറ്റാണ് കാണുന്നത്, പാൻ്റ് ഇട്ട് നിലത്ത് മുട്ടുമില്ല. അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു, പഴയ ജീപ്പിൽ വരുന്ന എഞ്ചിനീയർ. അയാൾ എന്നോട് ചോദിക്കും, നീ വര രണ്ടാമത്തെ പോലെ ഇങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഞാൻ 8ലും 9ലും പഠിക്കുമ്പോൾ മലയാളത്തിലൊരു വലിയ ഹീറോ, അന്നത്തെ ഹീറോ ഇട്ടിരിക്കുന്ന ബെൽറ്റ് ഇപ്പം കിട്ടിയാൽ 15 ബെൽറ്റ് ഇടാം നിങ്ങൾക്ക്. പിന്നെ അതിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വലിയ ബെൽറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ നിങ്ങളുടെ ഹരമായ സൂപ്പർ താരങ്ങളുടെ കാലമായി ഇറങ്ങി 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 ഇപ്പൊ വന്നപ്പോൾ എൻ്റെ പ്രിയ കുട്ടികളെ, നിങ്ങളുടെയൊക്കെ ബെൽറ്റ് കിടക്കുന്ന എവിടെയാണ്? മുട്ടിന്റെ താഴെ വരെ എത്തും. കുറച്ച് കഴിഞ്ഞാൽ തളപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തും. തെങ്ങുമ്മ കയറുമ്പിടുന്ന കടയിൽ ചെല്ല, തളപ്പിടുക, കയറുക, ഇറങ്ങുക, കയറുക. അപ്പൊ ഇത് ജയപ്രകാശ് കുളൂർ പഠിപ്പിച്ചു തന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രചോദനം അങ്ങനെയാണ്. ഓരോന്നിൻ്റെയും പ്രചോദനം അങ്ങനെയാണ്. ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. എനിക്കൊരിക്കലും എൻ്റെ യാത്രാവേളകൾ ബോറടിക്കാറില്ല. ഞാനിങ്ങനെ നോക്കി, ഇവിടെ തന്നെയുണ്ട് അസല് ഫണ്ണി ഫേസസ്. ഈ പിള്ളേര് ശരിയല്ല കേട്ടോ. ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാന്ന് പറയുമ്പോൾ ഇവര് വിചാരിച്ച് വേറെന്തോ ആണ്. നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെ കാര്യം. അപ്പൊ നമുക്ക്
ഇനിയും കുറെ പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് തരിയിടുന്നല്ലേ, പുട്ട് പരിപൂർണമായി കഴിക്കരുത് അല്ലേ? അതെ അതെ അതെ. കടല വേണം. തെക്കയിലുള്ള ശങ്കരേട്ടൻ പോയി അയാളെടുത്ത് പറഞ്ഞിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ലാന്ന്. എന്റെ ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ടോന്ന്? എല്ലാരും ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ടാക്കി. ഈ അടുപ്പും കല്ല് പോലത്തെ പള പെണ്ണാടാൻ പോയി ഇനി അതിന്റെ ഓട്ടം അതാ ആദ്യം ചെയ്യേണ്ട പണി. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ് ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. How much do you love me? This much. Bhima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി. അതാണ് BRM ലൈറ്റ്സ്. BRM Lights, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പു. മണപ്പുറം ഗോൾഡ് ലോൺ, ഇനി എന്തൊരു ടെൻഷൻ. Welcome to the world's most trusted student caring system. I wanna start it over. I wanna start again. I want a new beginning. We're designed to build relations between parents and teachers. Like a song that stirs in my head. We derive that. Short Code Media Solutions proudly presents this. Select your college or school and log into the educational institution's homepage. Use your user ID and password. Grab your child's details. You can get the details by SMS and IVRS. Thank you. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു നാടകം ഇപ്പോൾ ഇവിടെ കാണാം. ശ്രീ ശശിയെ ഞാൻ ഇവിടേക്ക് വിളിക്കുകയാണ്. കുളൂരിൻ്റെ ശിഷ്യന്മാരിൽ വളരെ പ്രശസ്തനാണ് ഇദ്ദേഹം. ശശിയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് അപ്പുണ്ണികളുടെ റേഡിയോ എന്നുള്ള നാടകമാണ്. അപ്പുവും ഉണ്ണിയും തമ്മിൽ ജീവിതത്തിലെ ദാരിദ്ര്യത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണികളുടെ റേഡിയോ എനിക്ക് തോന്നുന്നു 3000-ലധികം വേദികൾ ഇന്ത്യക്കകത്തും പുറത്തും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പാലേരി മാണിക്യത്തിലും ഇന്ത്യൻ റുപ്പിയിലുമൊക്കെ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം കൃത്യമായി ഈ കെട്ടഴിച്ചതിന് ശേഷം കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന നാടകം തെരഞ്ഞെടുപ്പ്. ഓക്കെ, സാറിന്റെ ഭാഷയിൽ തിരിഞ്ഞെടുപ്പ്. ഓക്കെ, തെരഞ്ഞെടുപ്പ്. കുളൂർ മാഷയുടെ ഭാഷയിൽ അതിനെ തിരിഞ്ഞെടുപ്പ്. ഓക്കെ, താങ്ക് യു. അതെ, ഇപ്പം എന്താ പറയുക, കുളൂർ മാഷ തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ലത്. എലക്ഷൻ ആൻഡ് സെലക്ഷൻ രണ്ട് വാക്കുണ്ട്. ഓക്കെ, മലയാളത്തിൽ തെരഞ്ഞെടുപ്പ് എലക്ഷനും തിരഞ്ഞെടുപ്പ് സെലക്ഷനുമാണ്. എലക്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്, സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ.
എൻ്റെ കെട്ടിയോനേ കുറച്ച് അരി കൊണ്ടുവച്ചുണ്ട്, നിറയെ കല്ലും മണ്ണ്. ഒക്കെ നുള്ളിപ്പെറുക്കി കഞ്ഞി വെക്കുമ്പോഴത്തേക്ക് നേരത്രയാവും. വിശന്നിട്ട് മനുഷ്യന് കൊട്ടലില്ല. ഉള്ളക്കാൻ്റെ പുരയിൽ ദിവസം 3 നേരവും ബിരിയാണിയാ. ഉള്ളക്കാൻ്റെ പുരയിൽ 3 നേരം ബിരിയാണിയാ. വാസന വരുന്നുണ്ട്, നോക്ക് നോക്ക് നോക്ക്, ഉണ്ടോ? നല്ല വാസന അല്ലേ? അയ്യോ, ഒന്ന് ബിരിയാണി അല്ലാന്നാ തോന്നുന്നു, ഒന്ന് നെയ്യ് ചെയ്യാൻ തോന്നുന്നു. വാസനക്ക് എന്തൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. സാധാരണ അവിടെ അടുപ്പത്തെ വെക്കുമ്പോഴത്തെ പെട്ടെന്ന് ഇങ്ങോട്ട് വാസന കിട്ടുന്നതാ. ഉച്ചക്ക് ഒരു മീൻ പൊരിച്ച മണം വരാനുണ്ട്. അന്നേരം ഞാൻ ഇവിടുന്ന് ചോറുന്നായിരിക്കും. എത്ര ചോറാന്നറിയോ ഞാൻ മണം കേട്ട് തിന്നു. ഇന്നവിടെ അണ്ടി വറുത്ത മണമുണ്ട്. അണ്ടി വേവിന്ന മണം. പാൽപ്പായസം. എന്നാ ഉള്ളക്കാൻ്റെ വീട്ടിൽ പാൽപ്പായസം. കുറെ കഴിഞ്ഞ എല്ലാം കൂടെ വട്ടട്ട് കുത്തിരിഞ്ഞിങ്ങനെ മോന്തു. വലിയ ആളുകൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഒരേപോലെ വലിയ ഗ്ലാസ്സിൽ വിളമ്പും. കുട്ടികൾ കുറെ തട്ടിത്തൂക്കും, മണ്ണിലാക്കും, ചവിട്ടിത്തേക്കും. സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് അതിന്റെ ബേജാറ് അറിയില്ലല്ലോ. അങ്ങനെ തിന്നാനും കുടിക്കാൻ ഇല്ലാത്തോടത്തൊന്നും കയറി വന്നോളാം. നല്ല ഞാൻ എത്രത്തോനെ നല്ല നല്ല ആലോചനകളൊക്കെ വന്നതാ എനിക്ക്. അങ്ങനെ വരും. കാണാൻ ഞാൻ കുറച്ച് കറുപ്പാണെങ്കിലും ആര് കണ്ടാലും നോക്കി പോകുന്ന എന്തോ നിന്റെ മുഖത്തിട്ട് എത്ര ആൾക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. കാണാൻ ഞാൻ എന്താ മോശ? ആദ്യം വന്നത് ഒരു ലോറി ഡ്രൈവറാ. നല്ല വലിപ്പുള്ള ഒരുത്തൻ, വലിയ കൃതാവും അതിനനുസരിച്ച് മാർക്കറ്റിയൊക്കെ ഉള്ള നല്ല കട്ടി മീശക്കുള്ള. ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒരൊറ്റ കുരുത്തൊക്കെ ഇട്ടുണ്ട് പോയി പോയ ആ ബന്ധം. അച്ഛന്മാരായാലൊന്ന് കരുതി സംസാരിക്കണ്ടേ? വാരി വലിച്ചും പെണ്ണൻ ക്ഷണത്തിന് സംസാരിക്കാൻ പാടുണ്ടോ? അങ്ങനെ പോയതാ. പിന്നെ വന്നത് ഒരു പിയൂണാ. ഒരു ദിവസം രാവിലെ നെറ്റിയിലെ മുടി ഇങ്ങനെ വീണടക്കുന്നുണ്ട്. നല്ല മീശ, വെളുത്തിട്ട് ചെറുതായിട്ട്. എനിക്ക് നല്ല ചേർച്ചയുള്ള ആളാ. പക്ഷേ ആണുങ്ങൾ ആരും കാണാൻ വരുമ്പോഴത്തെ എനിക്ക് എന്തൊക്കെയോ ഒരു മീൻ പൊടിച്ചുകാരിലോ തലവട്ടം തിരിച്ചിലോ ഒരു വിശർപ്പ്, ഒരു കൊയക്കോ, ക്ഷീണം എല്ലാം കൂടി ഇങ്ങോട്ട് പോരും. പിന്നെ ഓല് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്ന കേട്ടോ ഓൽക്ക് കേൾക്കാനും പറ്റില്ല. പിന്നെ എന്താക്കും? ഇന്നലെ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടണമെങ്കിൽ നമ്മളെന്ന് കുറെ നോക്കണ്ടല്ലേ? അതുകൊണ്ടാണ് ഒക്കെ നേരെ ബീപ്പായത്. പിന്നെ വന്നതൊരു മിലിറ്ററിക്കാരനാട്ടോ. നല്ല വലിപ്പുള്ളൊരുത്തൻ. ആ നീളള്ള മൂക്കും ആ നീളള്ള കണ്ണും വളഞ്ഞ കൺപുരികയോ ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉദിച്ചു വരിക. നടക്കുന്നായപ്പോ തെക്കയിലുള്ള ശങ്കരേട്ടൻ പോയി അയാളെടുത്ത് പറഞ്ഞു കൊടുത്ത് ഇവളെ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ലാന്ന്. എന്റെ ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ടോന്ന്? എല്ലാരും ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ടാക്കി ഈ പറഞ്ഞു കൊടുത്ത ശങ്കരേട്ടൻ എന്ത് കിട്ടി? നന്നാവൂല, അയാൾ മുട്ടിക്ക് പോകുകയുള്ളൂ. മിലിറ്ററിക്കാരൻ വന്ന് പടിഞ്ഞാറെയുള്ള മാലതീനെ കെട്ടിക്കൊണ്ടുപോയി. ഓക്കിപ്പം 3 കുട്ടികളും ഉണ്ട്. ഒക്കെ നല്ല വലിപ്പുള്ള മക്കളും. മക്കളെ കഥ പറയാത്തന്നല്ലേ. ഇവിടെ അടുത്തൊരു നഴ്സറി സ്കൂൾ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നേരം വെളുത്താൽ പച്ചയും മഞ്ഞയും ചുവപ്പും ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഈ മുറ്റത്ത് ഞാൻ പോവുക. എനിക്കിങ്ങനെ ഉമ്മ തരും, ചാറ്റ തരും. ഉണ്ണിക്കുട്ടൻ മുറ്റത്തൊന്ന് മൂത്രയിക്കും. ഞാനൊരു ചുള്ളിക്കം പേര് മലയാളി വേണ്ടു. എനിക്ക് എന്തിഷ്ടാന്നറിയാം അതൊക്കെ. ആരുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ. അതൊക്കെ ഒരു രസമല്ലേ. ടീച്ചർ വന്ന് ഒരു 10 ദിവസങ്ങൾ സഹായിക്കണം ആയില്ലാത്തവനോട് പറഞ്ഞപ്പോൾ
എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ? ഞാൻ നിലത്തൊന്നല്ല, അത്രയ്ക്ക് സന്തോഷം. കുട്ടികളെ കിടത്തി ഉറക്കാനും അവർക്ക് പാല് കൊടുക്കാനും പാരാട്ട് പാടാനൊക്കെ അല്ലേ. എനിക്കെന്തോ ഇഷ്ടം. സമ്മതിച്ചില്ല കാലപാട്. അങ്ങനെ പോയി നയിച്ചു കൊണ്ടുവന്ന് ഇന്നെ തീറ്റീറ്റ് വലിയ ആളാവണ്ട. ഒലക്കമ്മലൊരു വർത്താനല്ലത്. നന്നാവില്ല. ദുഷ്ടനാ, കരിന്തുഷ്ട. എനിക്കൊരനിയത്തി പെണ്ണുണ്ട് കേട്ടാ. നല്ല സ്റ്റൈലുണ്ട്. കണ്ടാ ഞാൻ തന്നെ. എന്നെ മുറിച്ച മുറിയ, എന്നെ മുഴുവനോടെ വെള്ളച്ചങ്ങനുണ്ട്. അതുപോലെ ഉണ്ട്. നല്ല വെളുത്തിട്ടോ. വിളവിളവിളങ്ങനെ വർത്താനം പറയും. ചെറുണ്ട മുടിയാ. നല്ല പഠിക്കുകയും ചെയ്യും. ചേച്ചിൻ്റെ വീടല്ലേ ചേച്ചി 2 ദിവസം പാർക്കാൻ വന്നതാ. ഈ 2 ദിവസം ഇയാളെ സ്വഭാവം എന്ന് വേറെ. ആതിരക്ക് കയറിയിരുന്ന മനുഷ്യരെല്ലാം കൂടെ 7 മണിയാകുമ്പോഴത്തെ വീട്ടിലെത്തുക. വരുമ്പോൾ എന്തൊക്കെയാ കൊണ്ടുവരുമെന്നറിയോ? സ്പഞ്ച് കേക്ക്, വറുത്തകായ തൊള്ളയിലിട്ട് ചവച്ചിട്ട് ഞാൻ ചോയിഞ്ഞ ചവയ്ക്ക് നേരം വിളിക്കും. 2 വർത്താനം പറയും. ഇതൊക്കെ എൻ്റെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലേ. കമാൻഡ രക്ഷണം ഞാൻ പോയില്ല. എത്ര കാലായി ഞാൻ എൻ്റെ കെട്ടിയനോട് പാൽപ്പായസം വെക്കാനുള്ള സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നു. കൊണ്ടുവരൂല. എത്ര ആണ്ടൃതി കഴിഞ്ഞ്, എത്ര ഓണം കഴിഞ്ഞ്, എത്ര വിഷു കഴിഞ്ഞ് ഞാനിങ്ങനെ പറയാമെന്നല്ലാതെ ഒരിക്കലും കൊണ്ടുവരൂല. എൻ്റെ ഒരു പൂതി മാത്രം ഇങ്ങനെ ബാക്കിയായി കിടക്കുക. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ പാൽപ്പായസം വെക്കേട്ടോ. നല്ല കട്ടിയുള്ള പായസമായിരിക്കും. ഞങ്ങളിതാ ഇങ്ങനെ മുത്തി കുടിക്കും. അതിനായിട്ട് ഞങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നു, സിന്ധി പശു. ഒക്കെ അമ്മ ഇപ്പം മുകളിലിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവും. എൻ്റെ മോക്ക് ഇപ്പം പായസമില്ല, കുടിക്കാൻ പാലില്ല. എന്തിന് പറയുന്നു, നീണ്ടു നൂർന്ന് കിടക്കാനൊരു പായ പോലും ഇല്ല. ഇല്ലേ മോളെ? വർത്താനം പറഞ്ഞിരുന്ന പണി നടക്കൂലമ്മേ. കുളിക്കാൻ വേണം. ബാക്കിയൊക്കെ പിന്നെ പറയേ. അതാ നല്ലത്. കുളിക്കോള് സെറ്റാ. ഓളല്ല കുളിക്കുന്ന മറ. ഓലെന്നെ കൊണ്ടുണ്ടാക്കി സെറ്റാ. അതിൻ്റെ അകത്തുനിന്ന് അവള് കുളിക്കുന്നത്. വേറാകുമ്പോ അരിന്ന് 2 കല്ല് പെറുക്കി കൊടുക്ക്. കല്ല് തരികൊണ്ട് ഒരാൾ അച്ഛനെങ്ങാനും പൈസ ഉണ്ടോന്ന് എനിക്ക് കൊടുക്കില്ല. നയിക്കും പോലെ നയിച്ചിട്ടാ ഞാനൊക്കെ അരി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അത് വെക്കാനുള്ള പറകം ഞാൻ തന്നെ കൊണ്ടോർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുലടി വാസത്തെ. അറിയിപ്പിക്കല്ലോ ഒക്കെ ഇവിടെ എന്തിന്റെ ഒരു ഓറവാള്. നേരാകുമ്പോ ഒരു കഞ്ഞിന്റെ വെള്ളത്തിന്റെ വകുപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? അത് കുടിച്ചിവിടെ കുത്തിഞ്ഞാ പറ. കണ്ടോന്റെ വീട്ടിൽ ബിരിയാണിയും ചോദിച്ചോറും വെക്കുന്ന നോക്കിയെടുക്കുന്ന പണി നോക്കണേ. ഓലാരാണ്? ഓലോലിഞ്ഞ നമ്മളും അത് മറന്നോണ്ട. ഇന്നലെ രാത്രി മുതൽ ഇന്നേരം വരെ എനിക്ക് പൊള്ളുന്ന പനിയാ. എന്നിട്ടും കൂടെ ഞാനീറ്റ് പണിക്ക് വേണം. നല്ല രാത്രി മുതൽ ഇന്നേരം വരെ എനിക്ക് പൊള്ളുന്ന പനിയാ. എന്നിട്ടും കൂടെ ഞാനീറ്റ് പണിക്ക് വേണ്ട. അതിൻ്റെ മാത്രം അതൊക്കെയാണ് നല്ലത്. എന്റെ മാത്രം പള്ളർക്കാനല്ലത്. പാൽപ്പായസം കുടിക്കാൻ വേണ്ടി ആരും പണ്ടാറാക്കി പോയിണ്ടോ? അല്ല
ആർക്കെങ്കിലും എന്തെങ്കിലും അറ്റിപ്പോയിണ്ടോ? ഓള് പാൽപ്പായസം കുടിക്കാൻ വേണ്ടി ഓടി ഇറക്കുക. ഓളെ പരന്നോള് പാൽപ്പായസം നീന്തിണ്ട് പോലും. ഇവിടെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഞെരങ്ങിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കാൻ വലിയ വീരൊന്നും വേണ്ട. അത്രക്ക് പൂതിയാണ് എന്റെ പുറന്ന് പശുവിനെ കൊണ്ട് തന്നില്ലല്ലോ. എന്റെ പുറന്ന് പശു കൊണ്ടുവരണ എന്റെ പശുവിന് ചാണം മടക്കി എല്ലാം കൂടെ ചവിട്ടി കുളത്തിലെന്താത്തും. അനക്ക് ഞാൻ ശരിക്കും മനസ്സിലായില്ല. പറയുന്നതിന് പറയിപ്പിക്കുന്നതിന് കളിപ്പിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. അതിന്റെ അപ്പുറത്തെ പോയി കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ചവിട്ടി കുളത്തിൽ. ആരോട് പറയാം? ഈ അടുപ്പും കല്ല് പോലത്തെ പള പെണ്ണ് കാണാൻ പോയി ഇനി ആദ്യം ചവിട്ടണം. അതാ ആദ്യം ചെയ്യേണ്ട പണി. പെണ്ണ് കാണാൻ പോയപ്പോ പറയുമ്പോ എല്ലാം പറയണല്ലോ. പറയുമ്പോ പറയിപ്പിക്കാണല്ലോ. അപ്പൊ പിന്നെ എല്ലാം പറയണല്ലോ അല്ലേ? പെണ്ണ് കാണാൻ പോയപ്പം വക്ക് പൊട്ടിയൊരു പിഞ്ഞാണ പാത്രത്തിന്റെ അകത്ത് 2 മണി കടലയ്ക്ക് ഒരു പൂവിസ്കറ്റും കണ്ടച്ചു. അത് പൂവിസ്കറ്റല്ല, അത് പൂപ്പലിസ്കറ്റാ. അത് വാങ്ങിയതിന്റെ ശേഷം വെള്ളം തൊടിയിക്കാത്ത എന്നെക്കാട്ടും കറുത്തൊരു ഓട്ടുമോന്തന്റെ അകത്ത് കുറച്ച് ചായ ഉണ്ടച്ചാണ് കോർമണ്ട്രി ഉണ്ടോ? അതൊരൊറ്റ ഇറക്കിറക്കി എനിക്ക് മനസ്സിലാക്കി. എന്റെ വീട്ടിൽ എത്ര പശു ഉണ്ട്, കറ്റിൽ എത്ര വെള്ളം ഉണ്ട്. ഒരു 10 ഉറുപ്പ്യ ആരോടും കിട്ടാനില്ലാത്ത സമയത്ത്, ആരോടും ഒരു 5 ഉറുപ്പ്യ ചോദിക്കാൻ പറ്റാത്തൊരു സമയത്ത് കന്താന്റെ വീട്ടിൽ പോയി പൊലച്ച കിണീറ്റ് ആല കൈ കൊടുത്തിട്ട് പഠിച്ച പണിയാ എന്റെ വർഷാൽ പണി. അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അവളെ തലയിൽ മുമ്പ് ഞാൻ മിലിറ്ററിക്കാരൻ ലോറിക്കാരനല്ലേ, പിന്നെ വർഷാൽ പണി ഇഷ്ടപ്പെടുമോ? ഇവക്കൊരു അനിയത്തി പെണ്ണുണ്ട്. നല്ല പഠിക്കും, നല്ല ഉഷാറായി പഠിക്കും, നല്ല സ്വഭാവ. ഇത് ചറ്റ നല്ല മണി പോലെ വർത്താനൊക്കെ പറയും. നല്ല 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 പെരുമാറ്റം. പഠിക്കുന്നുട്ടേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുത്താൽ അത് ഇന്ന സംബന്ധിച്ചോളം വലിയട്ടാ അങ്ങനെ വാങ്ങിക്കൊടുത്ത ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് അതുകൂടെ പൊല്ലാപ്പായില്ലേ. അതിൻ്റെ അകത്ത് മണമുള്ള റബ്ബറുണ്ട് പോലും. അതിൻ്റെ അകത്ത് മണമുള്ള റബ്ബറുണ്ട് എന്ന്. എനിക്കിപ്പോൾ പീഡിയക്കാരൻ്റെ അടുത്ത് നിന്നിട്ട് ഡേ അതിൽ നാ മണമുള്ള റബ്ബർ അങ്ങോട്ട് മാറ്റി ഒരു നാറിൻ്റെ റബ്ബർ ഇട് എനിക്ക് പറയാൻ പറ്റും. പറ്റുമോ? മനസ്സ് വൃത്തിയാക്കി വെക്കടി. തേച്ചു വിളിച്ചാൽ ശരീരം വൃത്തിയാവുള്ളൂ, മനസ്സ് വൃത്തിയാവൂല. മനസ്സ് വൃത്തിയാക്കി വെക്ക്, അതാണ് എൻ്റെ പണി. എൻ്റെ അപ്പുറത്തേക്ക് ഒരു പണിയില്ല. മനസ്സിലായാണ്? ആണും പെണ്ണും തമ്മിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അഡ്ജസ്റ്റ്മെന്റാ ജീവിതം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ അറിയില്ല. പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അവശനായിട്ട് വരുമ്പം താഴെ കൊലായിൽ നല്ലൊരു മുഖത്തോടു കൂടി നിൽക്കുക, നല്ല 2 വർത്താനൊക്കെ വേണം പറയാ, ഒന്ന് തലോടൊക്കെ ചെയ്യാം അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ അല്ലേ? അങ്ങനെയല്ലേ നമ്മളെല്ലാവരും സ്വപ്നം? ആരോട് പറയാം? കുളിച്ചടി പുറപ്പെട്ടോ. എന്താച്ച ചെയ്യ്. ആ സത്തെ കാണുലിന്നെ. ലക്ഷ്മിയുടെ ഭർത്താവ് നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ച് അയാളിപ്പോൾ പുറത്തേക്ക് പോയി. ലക്ഷ്മിയോ കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക്. ഓ പോയോ? എത്ര നേരമായി തുടങ്ങിയിട്ട് ഈ കുതൂഹലല്ലേ? ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ഒരു പാൽപ്പായസം വെക്കാനുള്ള സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ഞാനിപ്പം. അത് ഭാര്യ ഭർത്താവിനോട് പറയുന്നതല്ല എല്ലാ വീട്ടിലും. ഇങ്ങനെ കുത്തിപ്പൊക്കി വ്രണാക്കി നായ്ക്കോലം കെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നെ കൊണ്ട് കൂടൂല ഈ പ്രാക്കൽ.
തെരഞ്ഞെടുപ്പ് നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്താണ് സാറിനെ തിരിച്ച് നാടകവേദികളിലേക്ക്, നാടക ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? സാറിൻ്റെ റിയൽ പാഷൻ നാടകമാണ് അല്ലെങ്കിൽ തിയേറ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ? അതോടൊപ്പം സാറിനെ പോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള പ്രഗത്ഭരായ നടന്മാർ അല്ലെങ്കിൽ സംവിധായകർ, അവർ സിനിമയുടെ ലൈം ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് നാടക ലോകത്തേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നതായി തോന്നുന്നുണ്ടോ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. യെസ് മാഡം. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. How much do you love me? This much. Prima Gold, pure gold, diamonds and platinum. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാണ്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി, അതാണ് BRM ലൈറ്റ്സ്. BRM Lights, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. ഫെയ്ഡ് ആവാത്ത വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേണു നടപ്പു. മണപ്പുറം ഗോൾഡ് ലോൺ, ഇനി എന്തൊരു ടെൻഷൻ. Welcome to the world's most trusted student caring system. I wanna start it over. I wanna start again. I want a new beginning. We're designed to build relations between parents and teachers. Like a song that stirs in my head. We derive that. Short Code Media Solutions proudly presents this. Select your college or school and log into the educational institution's homepage. Use your user ID and password. Grab your child's details. You can get the details by SMS and IVRS. Thank you. ഓക്കെ, ആരാ ചോദിക്കുക? ശരി, ആദ്യം പറഞ്ഞോട്ടെ, ശശി ചേട്ടൻ തിരഞ്ഞെടുപ്പ് അസ്സലായി. ഹലോ വി കെ പ്രകാശ് സർ. സാറിൻ്റെ ആദ്യത്തെ ഫിലിം പുനരധിവാസം ഞാൻ കണ്ടിട്ടുണ്ട്. സൈലൻസ് ചില സീൻസിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് റിയൽ ലൈഫിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മൂവി. അതിനുശേഷം സാറ് കുറച്ച് ലാർജർ ദൻ ലൈഫ് കൈൻഡ് ഓഫ് മൂവീസ് എടുത്തു, ലൈക്ക് ത്രീ കിങ്സ്, ഗുലുമാലൊക്കെ. അതിനുശേഷം സാർ എടുത്ത ബ്യൂട്ടിഫുൾ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. സാറ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പഠിച്ചിറങ്ങിയിട്ട് ആഡ് ഫിലിം മേക്കറായി, സ്വന്തമായിട്ട് ആഡ് ഫിലിം കമ്പനിയൊക്കെ ഉണ്ട്. പിന്നീട് സാറ് കൊമേഴ്ഷ്യൽ ഫിലിം മേക്കറുമാണ്, നല്ല തിരക്കുള്ള ഡയറക്ടറാണ്. എന്താണ് സാറിനെ തിരിച്ച് നാടകവേദികളിലേക്ക്, നാടക ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? സാറിൻ്റെ റിയൽ പാഷൻ
നാടകമാണ് അല്ലെങ്കിൽ തിയേറ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ? അതോടൊപ്പം സാറിനെ പോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രഗത്ഭരായ നടന്മാർ അല്ലെങ്കിൽ സംവിധായകർ അവർ സിനിമയുടെ ലൈം ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് നാടക ലോകത്തേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് എഗൈൻ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചത് നാടകമാണ്, ചെയ്യുന്ന മാധ്യമം സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് 2 സിനിമകൾ ഞാൻ ഈ നാടകത്തിൽ നിന്നും സിനിമയാക്കിയിട്ടുണ്ട്. ഒന്ന് ഈ ഐതുന്തുലായിത്തു എന്ന് പറയുന്ന കുളൂർ സാറിൻ്റെ നാടകം, അത് സിനിമയിലാക്കി. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഷേക്സ്പിയറുടെ ഹാംലെറ്റ്, അതിനെ ബേസ് ചെയ്തിട്ട് കർമ്മയോഗി എന്നുള്ള പടം 16-ാം തീയതി റിലീസാവാൻ പോവാണ്, അതും ചെയ്തു. സോ അത് തന്നെ നമ്മൾക്ക് നാടകത്തിനോടുള്ള ഒരു പാഷനാണ്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ 2 മീഡിയമാണ്, അത് രണ്ടും എല്ലാം സെൽഫ് എക്സ്പ്രഷനുള്ള ഒരു മീഡിയമാണ്. നാടകമായാലും ശരി, സിനിമയായാലും ശരി, അതിൻ്റെ 2 മാധ്യമങ്ങളുടെയും ശക്തിയും ടെക്നോളജിയും വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കുറേ കാലങ്ങൾ സിനിമ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയും ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനർജി. സോ ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് മൈ എനർജി. അപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിൽ ആഡ് ഫിലിം വരുന്നത്, ഇതിനിടയിൽ ഗ്യാപ്പിലാണ് നാടകം ചെയ്യുന്നത്. അത് നാടകം ചെയ്യുക മാത്രമല്ല, നമ്മൾ നാടകം പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുരളിയുടെ ഒറാങ്കോട്ടാൻ എന്നുള്ള നാടകം ഞങ്ങൾ ബാംഗ്ലൂർ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നാടുമായിട്ട് ഞങ്ങൾ ബന്ധം പുലർത്തിക്കൊണ്ടേ ഇരുന്നിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കുളൂർ സാറിൻ്റെ കൂടെ ചെയ്യാൻ വന്നപ്പോൾ ഐ ജസ്റ്റ് ഗോട്ട് എക്സൈറ്റഡ് ആൻഡ് ദെൻ ജസ്റ്റ് കംപ്ലീറ്റ്ലി ജസ്റ്റ് ഗോൺ ഫോർ ഇറ്റ്. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ദർ ഈസ് ലോട്ട് ഓഫ് ആക്ടേഴ്സ് ഡൂയിങ് തിയേറ്റർ ആൻഡ് സിനിമ ടുഗെദർ. ഇപ്പോൾ നസറുദ്ദീൻ ഷാ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഓംപുരി, ഇവരെല്ലാവരും തിയേറ്ററും അതുപോലെ തന്നെ സിനിമയും ഒപ്പം കൊണ്ടുപോകുന്നവരാണ്. സോ ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാഷൻ, അത്രേ ഉള്ളൂ. താങ്ക് യു. എനിക്കൊരിക്കലും കുളൂരിൻ്റെ 10 മിനിറ്റിൻ്റെയോ 20 മിനിറ്റിൻ്റെയോ നാടകം എടുത്ത് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ പ്രൊഫഷണലായിട്ട് നാടകം ചെയ്യുന്ന ഒരാളാണ്. വാര്യർ സാറ് മാഷിൻ്റെ ശിഷ്യനുമാണ്. സാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിക്കും മാഷിൻ്റെ ശൈലി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് അതിൻ്റേതായ വ്യത്യസ്തത ഞങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ മാഷിൻ്റെ ശൈലി പിന്തുടരാത്തത്? എന്താണ് ഇപ്പൊ കുഞ്ഞുമോന് പണി? ഓൻ എന്താ പണിന്ന് ചോദിക്കും, പറയും സിനിമയിൽ കയറിയിരിക്കണം. ഓൻ കയറി ഏതെങ്കിലും ഒരു സിനിമ ഇവിടെ ഇറങ്ങിയിരിക്കണം. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കണമല്ല, സിനിമയിൽ കയറി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ഗൂട്ടി ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിന്റ്സ് നൽകുന്ന 5000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഈ ആഴ്ചയിലെ വിജയ്: എന്താണ് സാറിനെ തിരിച്ച് നാടകവേദികളിലേക്ക്, നാടക ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? സാറിൻ്റെ റിയൽ പാഷൻ നാടകമാണ് അല്ലെങ്കിൽ തിയേറ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണോ? അതോടൊപ്പം സാറിനെ പോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രഗത്ഭരായ നടന്മാർ അല്ലെങ്കിൽ സംവിധായകർ അവർ സിനിമയുടെ ലൈം ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് നാടക ലോകത്തേക്ക് തിരിച്ചു വരാൻ മടിക്കുന്നതായി തോന്നുന്നുണ്ടോ?
നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്. മണപ്പുറം ഗോൾഡ് ലോൺ. ഇനി എന്തിന് ടെൻഷൻ?